ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നാരായണീയം ദശകം 1 ശ്ലോകം 6. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളയാവലി കേളികാരം ലാവണ്യസൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്ദസന്തോഹമന്തഃ സിച്ചൻ സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ഹരേ കൃഷ്ണ. ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ തൃശരീരത്തെ വർണ്ണിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: പുതിയ കാർമേഘത്തിൻ്റെയും കായാമ്പൂ കൂട്ടങ്ങളുടെയും സൗന്ദര്യത്തെ പരിഹസിക്കുന്ന അഴകിൻ്റെ ഏകസത്തായതും പുണ്യവാന്മാർക്ക് പൂർണ്ണമായ പുണ്യ അവതാരമായതും ലക്ഷ്മീ ദേവിക്ക് ശങ്ക ഏതുമില്ലാതെ കളിയാടാനുള്ള നിലമായതും ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ അമൃതധാര പൊഴിക്കുന്നതുമായ അവിടുത്തെ ശരീരത്തെ അടിയൻ ധ്യാനിക്കുന്നു. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? പുതിയ കാർമേഘത്തിൻ്റെ നിറം എന്താണ്? ചിന്തിച്ചു നോക്കുക. കായാമ്പൂ കൂട്ടങ്ങളുടെ നിറം. ഈ നിറങ്ങളെയെല്ലാം പരിഹസിക്കുന്ന അത്രയും നല്ല നിറമാണ്, അഴകാണ് കൃഷ്ണവർണ്ണത്തിനുള്ളത്. ആ കൃഷ്ണവർണ്ണത്തോടു കൂടിയതും പുണ്യവാന്മാർക്ക് പുണ്യ അവതാരമാണ് ഭഗവാൻ. അതുപോലെ മഹാലക്ഷ്മിക്ക് ശങ്ക ഏതുമില്ലാതെ കളിയാടാനുള്ള നിലമായതും. മഹാലക്ഷ്മി അങ്ങനെ എല്ലായിടത്തും ഇരിക്കില്ല. വളരെ ശുദ്ധവും സത്വവും അങ്ങനെ പരിശുദ്ധവും ആയ സ്ഥലത്ത് മാത്രമേ മഹാലക്ഷ്മി ഇരിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ മഹാലക്ഷ്മിക്ക് യാതൊരു ശങ്കയുമില്ല ഭഗവാന്റെ അടുത്തിരിക്കാൻ. അങ്ങനെ മഹാലക്ഷ്മിക്ക് ശങ്ക ഏതുമില്ലാതെ കളിയാടാനുള്ള നിലമായതും എന്നാൽ ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ അമൃതധാര പൊഴിക്കുന്നതുമായ അവിടുത്തെ ശരീരത്തെ, ഗുരുവായൂരപ്പൻ്റെ ആ ശരീരത്തെ ആര് ധ്യാനിക്കുന്നു? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ധ്യാനിക്കുന്നു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ പരമഭക്തനാണ്. അദ്ദേഹത്തിന് ഭഗവാന്റെ സൗന്ദര്യത്തെപ്പറ്റി വർണ്ണിക്കാൻ വാക്കുകളില്ല. എത്രത്തോളം സൗന്ദര്യമുണ്ടോ അത്രത്തോളം സൗന്ദര്യത്തിലാണ് മേൽപ്പത്തൂര് ഭഗവാനെ വർണ്ണിക്കുന്നത്. ആ തൃശരീരത്തിന് ഇത്രത്തോളം സൗന്ദര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മഹാലക്ഷ്മി ചീത്തയായ സ്ഥലത്തൊന്നും തന്നെ വസിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് മഹാലക്ഷ്മിയെ വളരെ ശുദ്ധമായി സൂക്ഷിക്കണം. അത് നമ്മുടെ വീടായാലും നമ്മളുടെ വസ്ത്രങ്ങളായാലും പണമായാലും ആഭരണങ്ങളായാലും എന്തു തന്നെയായാലും നമ്മുടെ തൊഴിലായാലും ഇതെല്ലാം മഹാലക്ഷ്മിയാണ്. വാക്ക്, സംസാരം, നമ്മുടെ ഗൃഹം, നമ്മുടെ വീട്, പരിസരം, നമ്മുടെ ജോലി എല്ലാം തന്നെ ലക്ഷ്മിയാണ്, മഹാലക്ഷ്മിയാണ്. കാരണം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അവിടെ എല്ലാം മഹാലക്ഷ്മി ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ഇരിക്കണമെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും ശുദ്ധമായും വൃത്തിയായും സൂക്ഷിക്കണം. നമ്മുടെ അടുക്കളയിൽ എന്നും ധനവും ധാന്യവും ഉണ്ടാകണമെങ്കിൽ അടുക്കള വൃത്തിയായി ശുദ്ധമായി സൂക്ഷിക്കണം. നിങ്ങൾ ആരും തന്നെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അടുക്കള വൃത്തിയാക്കാതെ പോകരുത്. അടുക്കളയിൽ എച്ചിപ്പാത്രങ്ങൾ കൂട്ടിയിടുകയോ
വേസ്റ്റ് സാധനങ്ങൾ എടുത്ത് അടുക്കളയിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കഴുകാമെന്ന് വെക്കുകയോ ചെയ്യാൻ പാടില്ല. അടുക്കള നല്ല നീറ്റായി രാത്രിയിൽ നമ്മൾ കഴിച്ച പാത്രങ്ങളും ബാക്കി പാത്രങ്ങളും എല്ലാം കഴുകി ശുദ്ധമായി ഇട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ. രാവിലെ എഴുന്നേറ്റ് വരുമ്പം അവിടെ മഹാലക്ഷ്മി ഉണ്ടാകണം, അല്ലാതെ അഴുക്കുമായി ഒരു കാരണവശാലും കിടക്കരുത്. പിറ്റേ ദിവസം ജോലിക്കാരി വന്നിട്ട് കഴുകുമെന്ന് കരുതി രാത്രിയിൽ കഴിച്ച പാത്രങ്ങൾ കൂട്ടിയിട്ടിട്ട് കിടന്നുറങ്ങാൻ പാടില്ല. നമ്മുടെ വീടും പരിസരവും എല്ലാം തന്നെ ശുദ്ധമായും ശുചിയായും വെക്കണം. എങ്കിൽ മാത്രമേ അവിടെ മഹാലക്ഷ്മി കുടികൊള്ളുകയുള്ളൂ. നമ്മുടെ തൊഴിലിടമാണെങ്കിലും നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ഭാഗമെല്ലാം നല്ല വൃത്തിയായി വെക്കണം. അല്ലാതെ പൈസയും സ്വർണവും മാത്രമല്ല മഹാലക്ഷ്മി. പൈസ ആയാലും ചിലർ അശ്രദ്ധയോടുകൂടി പോക്കറ്റിൽ ചുരുട്ടിക്കൂട്ടി വെക്കുന്നത് കാണാറുണ്ട്. പേഴ്സിൽ വളരെ അശ്രദ്ധമായി വെക്കുന്നത് കാണാറുണ്ട്. പണം ചിലവഴിക്കുമ്പോൾ യാതൊരു ശ്രദ്ധയുമില്ലാതെ അനാവശ്യമായി പണം ചിലവഴിക്കുന്നത് കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടുന്നൊക്കെ മഹാലക്ഷ്മി ഒഴിവായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 1 രൂപയാണെങ്കിലും അത് വളരെ വൃത്തിയായി നമ്മുടെ പേഴ്സിൽ വെക്കണം, അല്ലാതെ ചുരുട്ടിക്കൂട്ടി വെക്കാൻ പാടില്ല. സ്വർണ്ണാഭരണങ്ങളായാലും എന്തു തന്നെയായാലും ധനധാന്യങ്ങളായാലും എല്ലാം മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിയെ വൃത്തിയായും സുരക്ഷിതമായും സൂക്ഷിച്ച് വെച്ചാൽ മാത്രമേ അത് നമുക്ക് ഉപകരിക്കൂ, മഹാലക്ഷ്മി അവിടെ വസിക്കുകയുള്ളൂ. അല്ലാതെ എല്ലായിടത്തും മഹാലക്ഷ്മി വസിക്കുകയില്ല. നമ്മൾ ഏതൊരു കാര്യമാണോ അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് അത് നമ്മിൽ നിന്നും വിട്ടകന്ന് പോവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ 100 ഉദാഹരണങ്ങൾ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് മഹാലക്ഷ്മിക്ക് യാതൊരു ശങ്കയുമില്ലാതെ വസിക്കാൻ പറ്റുന്ന ദേഹമാണ് ആരുടേത്? ഗുരുവായൂരപ്പൻ്റേത്, ശ്രീഹരി വിഷ്ണുവിൻ്റേത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ശരീരത്തെ അടിയൻ ധ്യാനിക്കുന്നു എന്നാണ് മേൽപ്പത്തൂര് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുതിയ കാർമേഘത്തിൻ്റെയും കായാമ്പൂ കൂട്ടങ്ങളുടെയും സൗന്ദര്യത്തെ പരിഹസിക്കുന്ന അഴകാണ് എന്തിനുള്ളത്? കൃഷ്ണവർണ്ണത്തിനുള്ളത്. അതുപോലെ ഏകസത്തായതും പുണ്യവാന്മാർക്ക് പൂർണ്ണമായ പുണ്യ അവതാരം അല്ലേ? ഭക്തർക്ക് എന്താണ്? പുണ്യ അവതാരമായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കണക്കാക്കുന്നത്. ലക്ഷ്മി ദേവിക്ക് ശങ്ക ഏതുമില്ലാതെ കളിയാടാനുള്ള ഒരു വാസസ്ഥലമായി ഭഗവാൻ മാറുന്നു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ശരീരത്തെ അടിയൻ ധ്യാനിക്കുന്നു. ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ എന്താണ് പൊഴിക്കുന്നത്? അമൃതധാര പൊഴിക്കുന്നു. അങ്ങനെയുള്ള അവിടുത്തെ ആ തൃശരീരത്തെ ഈയുള്ളവൻ ധ്യാനിക്കുന്നു എന്നാണ് മേൽപ്പത്തൂര് നാരായണീയം ദശകം 1 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ഭഗവാന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുക. ഭഗവാന്റെ സൗന്ദര്യം ഈ ലോകത്തെ എല്ലാ സൗന്ദര്യങ്ങളുടെയും മുകളിലാണ് എന്ന് ചിന്തിക്കുക. ആ സൗന്ദര്യം കണ്ണിറയെ കണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.